وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 മാസത്തോളമായി പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൽഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആദ്യത്തെ 10 ആയത്തുകളിൽ 6ഓളം സൽഗുണങ്ങൾ അല്ലാഹു പറയുകയും ആ സൽഗുണങ്ങൾ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും സവിശേഷമായ സമ്മാനവും അല്ലാഹു സൂചിപ്പിച്ചുകൊണ്ടാണ് ആദ്യത്തെ 10 വചനങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേറ്റവും അവസാനത്തെ സവിശേഷത കൂടി ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈ 2 മാസക്കാലം നമ്മൾ പറഞ്ഞ വിഷയം എന്താണ് എന്നത്, എന്തിനാണ് എന്നത് നമ്മൾ ഇപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ അറിയൽ നിർബന്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങും. ആ വഹി ഇറങ്ങുന്ന സമയത്ത് പ്രവാചകന് വ്യത്യസ്തങ്ങളായ അവസ്ഥകളുണ്ടാവും. ചില സമയത്ത് പ്രവാചകൻ വല്ലാതെ വിയർക്കും, പ്രവാചകന് വല്ലാത്ത മാനസികമായും ശാരീരികമായും വിറയലുണ്ടാകും. ഒരു തവണ പ്രവാചകന് വഹി ഇറങ്ങിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രവാചകൻ്റെ ചുറ്റും യസ്മഉ ഇൻദ വജ്ഹിഹി ദവീക ദവിൻ നഹിൽ, ഒരു തേനീച്ച മൂളുന്നത് പോലെ പ്രവാചകനൊരു മൂളക്കങ്ങനെ അനുഭവപ്പെട്ടു. ആ വഹീന് ശേഷം പ്രവാചകൻ അല്പമൊക്കെ ഒരു അസ്വസ്ഥതയായി. എന്തോ അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതിൻ്റെ ആയത്തുകളാകാം. അല്പനേരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിൻ്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സിദ്നാ വലാ തൻഖുസ്നാ വഅക്രംനാ വലാ തഹിനാ വഅതീനാ വലാ തുഹർരിംനാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ആദരിക്കണമേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അല്ലാഹുവേ, നീ ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരണമേ അല്ലാഹ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന് നേരെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ലഖദ് അൻസൽനാ അലയ്യ അശറാത്തിൻ മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് പ്രവാചകന് 10 ആയത്തുകൾ അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ 10 ആയത്ത് ഓതിയിട്ട്
ഇപ്രകാരം പറഞ്ഞു: മൻ അഖാമഹുന്ന ദഖലൽ ജന്ന. ആരെങ്കിലും ഈ 10 ആയത്തനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് അല്ലാഹു ഉറപ്പായും സ്വർഗം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 10 ആയത്തുകളാണ് കഴിഞ്ഞ 2 മാസമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നേടിയ 10 ആയത്തുകളാണ്. ആ 10 ആയത്തിൽ പറഞ്ഞ സവിശേഷമായ സ്വഭാവങ്ങൾ ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും സ്വർഗം നൽകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുള്ള കരാറാണ്. ആ കരാറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ്റെ വീട്ടിലേക്ക് സഹാബാക്കൾ ഒരു തവണ വരികയും പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചനമുണ്ട്. എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം? കൈഫ കാന ഖുലുഖുൻ നബി, എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം? അതിന് നമ്മുടെ ഉമ്മ നൽകിയിട്ടുള്ള മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു. അതിനുശേഷം അത് പറഞ്ഞിട്ട് ഫഖറഅത്ത്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഓതി. ഖുർആൻ പ്രകാരമായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഓതി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഇതാ താഴെ പറയുന്ന ഈ 6 സ്വഭാവങ്ങളാണ് കേട്ടോ ഞാൻ ഖുർആനാണ് ജീവിതം എന്ന് പ്രവാചകനെ കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ 6 സ്വഭാവമാണ് പ്രവാചകനുള്ളത്. ആ 6 സ്വഭാവമുള്ളവനാണ് ഖുർആൻ അനുസരിച്ച് ജീവിച്ചവൻ എന്നതിൻ്റെ ആശയം എന്ന്. സഹോദരങ്ങളെ, നമ്മൾക്ക് പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലെത്തുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വിധേയരാകുവാനും അള്ളാഹു നമ്മളോട് ജീവിതത്തിൽ പുലർത്തണം എന്ന് പഠിപ്പിച്ചു തന്ന 6 കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു പദം പ്രയോഗിച്ചതായിട്ട് കാണാം. ഇദാ സഅൽതുമുല്ലാഹ് ഫസ്അലു അൽ ഫിർദൗസ്. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഫിർദൗസ് എന്ന സ്വർഗമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഫിർദൗസ് എന്ന സ്വർഗം നിങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞത്? സ്വർഗത്തിന് വ്യത്യസ്തങ്ങളായ തട്ടുകളുണ്ട്. ആ തട്ടുകളിൽ ഏറ്റവും ഉന്നതമായ തട്ടാണ് ഫിർദൗസ്. വഅലാ അൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന തട്ടാണ് ഫിർദൗസ്. വമിൻഹു തഫജ്ജറൽ അൻഹാറുൽ ജന്ന, ആ ഫിർദൗസിൽ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള മനോഹരമായ പുഴകളും നദികളും ഒഴുകി പുറപ്പെടുന്നത്. ആ ഫിർദൗസിൽ നിന്നാണ്. മാത്രമല്ല വഫൗഖഹു അർശുൻ അർ-റഹ്മാൻ, ആ ഫിർദൗസിന്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫിർദൗസ് ചോദിക്കണമെന്നാണ്. സഹോദരങ്ങളെ, എന്തിനാണത് ഇവിടെ പറഞ്ഞതെന്ന് അറിയുമോ? 6 സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞതിനു ശേഷം ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന വാചകം എന്തെന്നറിയുമോ? ഉലായിക ഹുമുൽ വാരിസൂൻ, ഈ പറഞ്ഞ 6 സ്വഭാവമുള്ള ആളുകളാണ് അനന്തരമെടുത്തവർ. എന്ത് അനന്തരമെടുത്തവർ? അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ, അവർക്കാണ് അല്ലാഹു ഫിർദൗസ് എന്ന സ്വർഗം കൊടുക്കുന്നത്. അവർ അതിൽ നിത്യവാസികളുമായിരിക്കും. സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന 6 സ്വഭാവങ്ങളുണ്ടല്ലോ. ഒന്ന്, നമസ്കാരത്തിൽ ഭക്തിയുള്ളവരായിരിക്കും അവർ എന്നത്. രണ്ടാമത്തേത്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ ആരൊക്കെയുണ്ടെങ്കിലും അള്ള നിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കും അവർ. മൂന്നാമത്തേത്, സക്കാത്ത് കൃത്യമായി അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അവർ കൃത്യമായി നൽകുന്നവരായിരിക്കും. നാലാമത്തേത്, അവർ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അഞ്ചാമത്തേത്, അവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചതിയില്ലാതെ വഞ്ചനയില്ലാതെ പൂർത്തിയാക്കുന്നവരായിരിക്കും അവർ. ഈ 5 ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 6ാമത്തേത് നമ്മൾ ഇന്ന് പൂർത്തിയാക്കുകയും ചെയ്യും. ഈ 6 ഗുണങ്ങൾ പ്രവാചകൻ ചോദിച്ചു വാങ്ങിയ സ്വർഗാവകാശികൾക്കുള്ളതാണ്. ഈ 6 ഗുണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. ഈ 6 ഗുണങ്ങൾ ജന്നാത്തിൽ ഫിർദൗസ് അനന്തരമെടുത്ത് നബിയുടെ കൂടെ ജീവിക്കാൻ തൗഫീഖിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് നെഞ്ചോട് ചേർക്കണം, നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കണം. സൂറത്ത് മുഅ്മിനൂൻ ഓതുമ്പോൾ നമ്മൾക്ക് പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർമ്മ വരണം. അതുപോലെ ആകുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം.
ആറാമത്തേത് നമ്മൾ പലതവണ പറഞ്ഞ വിഷയമാണ്. എങ്കിലും ഇതിൻ്റെ ഭാഗമായി വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവർ അവിടെ നമസ്കാരങ്ങൾ സംരക്ഷിച്ചു പോകുന്നവരാകുന്നു. ആറാമത്തെ ഗുണമായി പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഗുണമെന്താണ്? നമസ്കാരത്തിൻ്റെ ഭക്തിയാണ്. എന്നാൽ ആറാമത്തെ ഗുണമെന്താണ്? ഇതിലെ അവസാനത്തെ ഗുണം, അവർ നമസ്കാരം നിലനിർത്തി സൂക്ഷിച്ചു പോരുന്നവരാണ് എന്നതാണ്. എന്തുകൊണ്ടായിരിക്കും നമസ്കാരം സൂക്ഷിച്ചു പോരുന്നവരാണ് അവർ, നിലനിർത്തി പോരുന്നവരാണ് അവർ എന്ന് അള്ളാഹു പറയാനുള്ള കാരണം? അതിന് കാരണം പ്രവാചകന്റെ വാക്കുണ്ട്, അവ്വലുമാ യുഫ്ഖദു ഫിദ്ദീനി അൽ അമാന. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെട്ടു പോവുക ഉത്തരവാദിത്തമാണ്. അവസാനമായി നമ്മുടെ ദീനിൽ ബാക്കിയാകുക നമസ്കാരമാണ്. സഹോദരങ്ങളെ, നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ദീനിൽ നിന്ന് പോകാൻ ഒന്നും ബാക്കില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് പലപ്പോഴും, അത് നമ്മൾ സംസാരത്തിൽ പോലും വരാറുണ്ട്. അതെന്താണ്? ഒരാൾ നിസ്കാരം ഒഴിവാക്കി തുടങ്ങിയാൽ നമ്മൾ പറയും അയാൾ നിസ്കാരം ഒഴിവാക്കി തുടങ്ങി, ബാക്കിയൊക്കെ ഉണ്ടല്ലോ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ നിയമം എന്തെന്നറിയോ? ഒരു കെട്ടിടമാണ് ദീനെങ്കിൽ ആ കെട്ടിടത്തിൽ നിന്ന് ഓരോ ഇഷ്ടികകൾ ഇങ്ങനെ പോകും. അവസാനത്തെ ഇഷ്ടികയാണ് നിസ്കാരം. നിസ്കാരം പോയാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പോകാൻ പിന്നെ ദീനിൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതാണ് പ്രവാചകൻ പറയുന്നത്, അവസാനമേ നിസ്കാരം പോകുള്ളൂ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ പേരക്കുട്ടിയിൽ നിസ്കാരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീനായിട്ട് ഇനി ഒന്നും ഇതിൽ ബാക്കിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്ത് വസിയത്തായി പ്രവാചകൻ പറഞ്ഞില്ലേ, യാ ഇബാദല്ലാഹ് അസ്സലാ, എൻ്റെ അള്ളാഹുവിൻ്റെ അടിമകളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണട്ടോ, കുടുംബത്തിൽ നിങ്ങൾ പറയണട്ടോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ബോധമുണ്ടായിട്ട് മരിക്കണത് വരെ, ഇസ്ലാമികമായ പ്രായപൂർത്തിയും ബോധവും ഉണ്ടായിട്ട് മരിക്കണത് വരെ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ, നിസ്കാരം ഒഴിവാക്കിയവന് ഞങ്ങൾ മുസ്ലിമായിട്ട് പോലും ഞങ്ങൾ കണക്കാക്കാറില്ല, സ്ഥാനമില്ല. ഞങ്ങൾ ആർക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ ഞങ്ങൾ കെട്ടിക്കൊണ്ടുവരാറുമില്ല. ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിസ്കരിക്കാത്ത ഒരാളെ അമുസ്ലിമിൻ്റെ ദറജയിലാണ് ഞങ്ങൾ പരിഗണിക്കാറുള്ളത് എന്ന്. സഹോദരങ്ങളെ, ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ആവർത്തിച്ച് കേട്ടതാണെങ്കിലും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിസ്കാരം ഒഴിവാക്കുക എന്നത് ഒരാൾ പോലും ചെയ്യുന്നില്ല എന്ന ഉറപ്പ് നമ്മൾക്കുണ്ടാകണം. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാകാം. പലരും ചോദിക്കാറുള്ള സംശയമുണ്ട്, മൗലവി ഞാൻ ഷോപ്പിലാണ്, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവറാണ്, ഞാൻ ജോലിയിലാണ്, ആ ജോലി തിരക്ക് കൊണ്ട് നിസ്കാരം പോയാൽ എന്തു ചെയ്യണം? ആ ജോലി തിരക്ക് കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തു ചെയ്യണം? സഹോദരങ്ങളെ, അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ജോലി തിരക്കുകൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ന ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. ഏതുപോലെ എന്നറിയുമോ? ഞാൻ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരാൾ ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താണ്? ഒന്നാമത്തെ മറുപടി, ജീവൻ പോയാലും അല്ലല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല. അതുപോലെ മുസ്ലിമാണോ, എന്തൊരു കാരണം വന്നാലും നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ ജംഅ ഖസറുകളുണ്ട്, യാത്രയിൽ നിസ്കാരമുണ്ട്, യുദ്ധത്തിൽ നിസ്കാരമുണ്ട്, നിസ്കാരമുണ്ട്, നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ തൊഴിൽ നിസ്കാരത്തിന് ഭംഗം വരുത്തുന്നുവെങ്കിൽ ആ തൊഴിൽ ഉപേക്ഷിക്കുക എന്നല്ലാതെ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ വരുമാനം, നമ്മുടെ പഠനം നിസ്കാരത്തിന് ഭംഗം സൃഷ്ടിക്കുമെങ്കിൽ അഥവാ ജംഉം ഖസറുമാക്കിയിട്ടെങ്കിലും നിസ്കരിക്കുന്നതിന് തടസ്സമാണ് എങ്കിൽ, അനുവാദമില്ലെങ്കിൽ അതൊഴിവാവുക എന്നല്ലാതെ നിസ്കാരം ഒഴിവാവുക എന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലോ ഇസ്ലാമിൻ്റെ ശറഇലോ ഇല്ല തന്നെ. അതുകൊണ്ടാണ് പ്രവാചകൻ മറ്റ് പല വിഷയത്തിലും അവൻ പരലോകത്ത് കുറ്റക്കാരനാകും, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണാം. പക്ഷെ പ്രവാചകൻ നേർക്ക് നേരെ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇന്ന ബൈനർ റജുലി വബൈനൽ കുഫർ തർക്കു സ്വലാ. കാഫിറും മുസ്ലിമും നമ്മുടെ വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലാണ്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കല്ല, ഒറ്റ വാചകത്തിൽ പറയാൻ, വമൻ തറക്കഹ, ഒരാൾ കല്യാണം, സൽക്കാരം, യാത്ര, ടൂറ്, കുടുംബം, പന്ത് കളി,
നാട്ടിൽ കുട്ടികളുടെ പ്രോഗ്രാം സ്കൂളിൽ നടക്കുന്നു, അവിടെ പോയി വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോൾ നിസ്കാരം പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിന് പോകുകയാണ്, ചങ്ങാതിമാരുടെ കൂടെ പോകുകയാണ്, സെവൻസ് കളിക്കാൻ പോകുകയാണ്, കാണാൻ വേണ്ടി പോകുകയാണ്, തക്കാരാണ്, ആശുപത്രിയിലാണ്, ജയിലിലാണ്, ICUവിലാണ്, എവിടെയായിക്കോട്ടെ, ബോധമുണ്ടോ, പ്രായപൂർത്തിയായോ, വെള്ളമില്ലേ, തയമ്മും ചെയ്യാം, നിൽക്കാൻ പറ്റൂലേ, ഇരുന്നിസ്കരിക്കാൻ പറ്റില്ല, കടന്നിസ്കരിക്കാം, അവനവന് തയമ്മും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൽ വധുവുണ്ടാക്കി നിസ്കരിക്കണം. നിസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ ഫഖദ് കഫറ, അവൻ ഇസ്ലാമികമായി കാഫറായി മാറിക്കഴിഞ്ഞു. സോ ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഷാഫി ഇമാമിൻ്റെ ഒരു ഫത്വയുണ്ട്, നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞാനിത് പറയുന്നത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ വിളിക്കുമ്പം പഠനകാര്യം ചോദിക്കുമ്പം നമ്മൾ നിസ്കരിക്കണ കാര്യം പറയണം. അവർ ചെയ്യുണ്ടാവും, എന്നാലും ബാപ്പാ നിലക്ക് ഉമ്മാ നിലക്ക് നമ്മൾ പറയണം. ഗൾഫിലുള്ള മക്കളെ വിളിക്കുമ്പം മക്കളെ നിസ്കാരം പോണില്ലല്ലോ എന്ന് പറയണം. ജോലി തിരക്കാണെങ്കിൽ ജമ്മും കസറാക്കിയിട്ടെങ്കിൽ നിസ്കരിക്കണം എന്ന് പറയണം. സഹോദരങ്ങളെ, ഷാഫി ഇമാമിനോട് അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ കാണാം, നമസ്കാരവുമായി ബന്ധപ്പെട്ട ആ ഫത്വയിൽ കാണാം, നമ്മുടെ കയ്യിൽ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ട്, ഒരു പാത്രത്തിൽ വെള്ളമുള്ളൂ. നമ്മുടെ മുന്നിലേക്ക് ദാഹിച്ച് പരവശനായി ഒരു മനുഷ്യൻ വരികയാണ്. അയാൾക്ക് ഈ വെള്ളം നമ്മൾ കൊടുത്താൽ അയാൾക്ക് ജീവൻ നിലനിൽക്കും. എന്നാൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിലോ ഒരു വേള അയാൾ പട്ടിണി കിടന്ന് മരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം, അയാൾ നിസ്കാരം ഒഴിവാക്കുന്നവനാണ്, ഗൗരവമില്ലാത്തവനാണ്. രണ്ടാമത് നിന്റെ മുന്നിലേക്ക് ഒരു നായ വരുന്നു. നായ നാവ് പുറത്തേക്കിട്ട് മണ്ണ് കപ്പിയിട്ടാണ് വരുന്നത്. നായും ദാഹിച്ച് വരികയാണ്. ഈ പാത്രത്തിലെ വെള്ളം നായ കൊടുത്താൽ നായക്കും ചിലപ്പോൾ നായക്ക് ജീവൻ നിലനിൽക്കാൻ കിട്ടും, അഥവാ കൊടുത്തിട്ടെങ്കിൽ അതും ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഷാഫി ഇമാമിന്റെ ഫത്വ എന്താ രസങ്ങളെ? നിനക്കറിയാം ഇയാൾ നിസ്കാരം ഒഴിവാക്കുന്നതിൽ സങ്കടമില്ലാത്ത ആളാണ് എങ്കിൽ നീ ആ നായക്ക് വെള്ളം കൊടുക്കുക, അയാൾക്ക് വെള്ളം കൊടുക്കേണ്ടതില്ല. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എന്നിട്ട് ഷാഫി ഇമാം ഇതിന് ദലീൽ വേണ്ടേ? 2 ആയത്ത് കൊടുത്തു. യഅ്കുലൂന വയതമത്തഊന കമാ യഅ്കുലുൽ അൻആം. അവരുണ്ട് ചിലർ, അവർ തിന്നുന്നു, കുടിക്കുന്നു, ആസ്വദിക്കുന്നു, ആനന്ദിക്കുന്നു, അവർ കന്നുകാലികളെ പോലെയാണ്. 1-ാമത്തെ ആയത്ത്. ഇപ്പോൾ ആരായി? നിസ്കരിക്കാത്തവൻ ആ നായക്ക് സമാനമായി. അദ്ദലീലു സാനി, 2-ാമത്തെ തെളിവ്, ബൽഹും അദൽ, അവർ കന്നുകാലികളെക്കാൾ, നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവനും പിഴച്ചുപോയവനുമാണ്. ആ നായേക്കാളും അയാളാണ് മോശക്കാരൻ എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് നായക്ക് വെള്ളം കൊടുത്തോളൂ, അയാൾക്ക് കൊടുക്കേണ്ടതില്ല. സഹോദരങ്ങളെ, ഇത് ഫത്വയായി സ്വീകരിക്കാനല്ല, ഗൗരവം പറയാൻ വേണ്ടി ഷാഫി ഇമാം ഉദ്ധരിച്ചതാണ്. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ 6-ാമത്തെയും അവസാനത്തെയും ഗുണമായി നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് പറയാനുള്ള കാരണം. അതിൽ തന്നെ സഹോദരങ്ങളെ, പുരുഷന്മാരെ പരമാവധി ജമാഅത്തുകൾക്ക് പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ ഇന്നും ആലോചിക്കാൻ, അറ്റാക്ക് വന്ന് 3 ബ്ലോക്കാണ്. 3 ബ്ലോക്ക് വന്ന് ആ 3ന്റെയും ട്രീറ്റ്മെന്റ് അല്പം ഗ്യാപ്പിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തോളം ആശുപത്രിയിൽ നിൽക്കുമ്പോൾ തുടർച്ചയായി ബന്ധപ്പെടുന്ന പാവപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരി സംസാരിക്കാറുള്ളത്, ഞാൻ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് സമാധാനമുള്ളത് അന്ന് ഖുത്ബയിൽ കേട്ട ഹദീസാണ്. ആ ഹദീസ് എന്താണെന്ന് അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇദാ മറള അൽ അബ്ദു ഔ സാഫറ, നമ്മൾ രോഗിയായി ആശുപത്രി വീട്ടിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സുദീർഘമായ യാത്ര, അല്ലെങ്കിൽ സാധാരണ യാത്ര ചെയ്യാണ്. ആ സമയത്ത് കത്തബലഹു മിസ്ല മാ കാന യഅമലു മുഖീമൻ സ്വഹീഹ, ആരോഗ്യമുള്ളപ്പോഴും നാട്ടിൽ താമസിച്ചപ്പോഴും നമ്മൾ ചെയ്ത മുഴുവൻ പുണ്യങ്ങളും അതേ സമയത്തും അള്ളാഹു എഴുതി വെക്കും. ആ സഹോദരിയുടെ വാക്ക്, ഞാൻ ജമാഅത്തിന് പോകലുണ്ട് ഇന്നെക്കൊണ്ട് കഴിഞ്ഞ പോലെ, അതൊക്കെ അള്ളാഹു ജമാഅത്തായി തന്നെ ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴും എഴുതുന്നുണ്ടാകുമല്ലേ. ഈ സമാധാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കൂടെയുള്ള മുഴുവൻ സഹോദരങ്ങളെ പറ്റുന്ന പരമാവധി നമ്മൾ ജമാഅത്തുകൾ പങ്കെടുക്കണം. എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ മതി എന്ന ധാരണ ദീനിൽ നിന്ന് ഒരറിവും കിട്ടാത്തവന്റെ മനസ്സിലുള്ളതാണ്. സഹോദരങ്ങളെ, എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ മതിയെങ്കിൽ എന്തിനാണ് പള്ളി?
എന്തിനാണ് മുഅദ്ദിൻ, എന്തിനാണ് ബാങ്ക് കേട്ടാൽ എന്തിനാണ് ഇമാം നിന്ന് പള്ളിയിൽ സഫായി നിൽക്കുന്നത്? ആവശ്യമുള്ളവർ വന്നോട്ടെ എന്നതുകൊണ്ടാണോ? അല്ലല്ലോ. നമ്മൾ ആവശ്യക്കാരാണ്, സ്വർഗത്തിന് ആവശ്യക്കാരാണ്, പരലോകമോചനത്തിന് ആവശ്യക്കാരാണ്. ഹൗദുൽ കൗസറിന് നമ്മളാണ് ആവശ്യക്കാർ. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കാൻ നമ്മളാണ് ആവശ്യക്കാർ. അർശിന്റെ തണൽ കിട്ടാൻ നമ്മളാണ് ആവശ്യക്കാർ. നമ്മൾ വരണം. കഴിവിന്റെ പരമാവധി ഷോപ്പിൽ നിൽക്കുന്നവർ എത്ര വക്തിനാണോ ആ വക്തിനെങ്കിലും നമ്മൾ പങ്കെടുക്കാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, നമുക്കറിയില്ലേ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുകയാണ്. മരണാസന്നൻ. ആ സമയത്ത് പ്രവാചകന് ബോധം തെളിയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ സമയമാണോ എന്ന് ചോദിക്കും. ആണെങ്കിൽ സഹാബാക്കളുടെ തോളത്ത് പ്രവാചകൻ 2 കൈയും ഇടും. പ്രവാചകനെ പള്ളിക്ക് കുറച്ച് ദൂരമുള്ളൂ, ആ പള്ളിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊണ്ടുപോണത് ഹദീസിൽ വായിച്ചാൽ കണ്ണിന്ന് കണ്ണീര് വന്നു. പ്രവാചകന്റെ കാല് നിലത്തുറക്കാത്തത് കൊണ്ട് പ്രവാചകൻ കയറ്റിപ്പിടിക്കാൻ വേണ്ടി പറയും. കാല് മണലിലൂടെ ഉരതിപ്പോകുന്നതിന്റെ അടയാളം കാണാമായിരുന്നു. കരഞ്ഞുകൊണ്ട് സഹാബാക്കൾ പറയാൻ, കാല് ഭൂമിയിൽ ഉറക്കാനിട്ട് ഒരതിങ്ങനെ പോകാൻ. പ്രവാചകൻ അവിടെ എത്തി, എന്നിട്ടിരിക്കും. എന്നിട്ട് അബൂബക്കർ ദിക്റാണ് പറയും, അബൂബക്കറെ ഇമാം കടാന്ന് പറയും. ജമാഅത്ത് നിസ്കരിക്കാനാണ്, ഇമാം കടാന്ന് പറയും. അബൂബക്കർ തന്നെ പറയും, ഇല്ല നബിയെ, ഇങ്ങനുണ്ടാവുമ്പോ ഞാൻ നിൽക്കൂല. അവസാനം ഒരു തവണ പ്രവാചകൻ ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിർത്തി പ്രവാചകൻ നിസ്കരിപ്പിച്ചു. സഹോദരങ്ങളെ, മരിക്കാൻ നേരത്ത് പോലും, കൈകാലുകൾക്ക് ശേഷിക്കുറവ് വന്നപ്പോൾ പോലും കഴിവിന്റെ പരമാവധി ജമാഅത്തിന് പള്ളിക്ക് എത്തണമെന്ന് ഷാഠ്യമുള്ള പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക. വണ്ടിയുണ്ട്, സൗകര്യമുണ്ട്, ഫാനുണ്ട്, AC ഉണ്ട്. സഹോദരങ്ങളെ, വരാൻ പറ്റുന്നവർ മുഴുവൻ, യുവാക്കളെ, നല്ല പങ്കാലാണ് നമ്മളേത്. കുറച്ച് കഴിഞ്ഞാൽ നെഞ്ചുവേദന വന്നാൽ വീട്ടിൽ നിന്ന് അനങ്ങണ്ടാന്ന് ഡോക്ടർ പറയും, ICUന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന് ഡോക്ടർ പറയും. ആ സമയത്ത് നമുക്ക് സങ്കടം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴും ജമാഅത്തിന്റെ 27 ഇരട്ടി നമുക്ക് എഴുതി കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് കഴിവിന്റെ പരമാവധി വരണം. പ്രവാചകന്റെ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നമുക്കറിയാം, കണ്ണു കാണാത്ത സഹാബിയാണ്, അന്ധനായ സഹാബിയാണ്. ആ സഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രവാചകനോട് പറയാൻ, ലൈസ ലീ ഖായിദ്, പ്രവാചകൻ എനിക്ക് കണ്ണാണൂലല്ലോ, പ്രായായില്ലേ. ലൈസ ലീ ഖായിദുൻ, ഇന്നെ കൊണ്ടുപോകാൻ ആളില്ല. മുമ്പ് ആളുണ്ട്, ഇനിയിപ്പോൾ ആളില്ല. യഖൂദുനി ഇല സ്വലാഹ്, എവിടേക്ക്? അങ്ങാടിക്കല്ല, പള്ളിക്ക് ജമാഅത്തിന് കൊണ്ടുപോകാൻ ആളില്ല നബിയെ. അതുകൊണ്ട് എനിക്ക് ഇളവുണ്ടാകുമോ? സ്വങ്ങളെ, പ്രവാചകൻ മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടിയ രൂപത്തിൽ, കാരണം സാധുവായൊരു മനുഷ്യൻ, കണ്ണ് കാണാത്തൊരു സഹാബി, ഭക്തനായൊരു മനുഷ്യൻ, ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഷോൾഡറും പിടിച്ച് അയാളുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് വന്നിരുന്നൊരു മനുഷ്യൻ ഇപ്പൊ കൊണ്ടുപോകാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിക്ക് വരണോ എന്ന് ചോദിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരണ്ടാന്ന് പറഞ്ഞു. അത് നബിന്റെ വാക്കായിരുന്നു. അത് നബിന്റെ വാക്കായിരുന്നു. അള്ളാഹു വഹയാണ് ഇറക്കി. പ്രവാചകന്റെ ചോദ്യം എന്താ അറിയോ? ഇറങ്ങാൻ അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹു അൻഹു. ആ കിട്ടിയ വാചകം കൊണ്ട് ഇറങ്ങാൻ. അത്തസ്മഉൻ നിദാഉ ബിസ്സലാഹ്, അബ്ദുല്ലാ, എടാ ബാങ്ക് കേൾക്കുണ്ടടാ. നഅം യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് കേൾക്കുന്നുണ്ട്. ഫഅജിബ്, എങ്കിൽ വരണടാ, ആളെന്തെങ്കിലും ഏർപ്പാടാക്കി വരണടാ, പരമാവധി നോക്കടാ, പരമാവധി റസൂലുള്ളാഹിന്റെ വാക്കാൻ പരമാവധി നോക്കടാ. സോളെ, ഞാനും നിങ്ങളും അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹുവിന്റെ കൂടെ നിൽക്കൂലേ? ഉറപ്പല്ലേ ഇൻഷാ അല്ലാഹ് പരലോകത്ത് നമ്മുടെ അല്ലാഹ് ചോദിക്കൂലേ? എടാ, എടവണ്ണ അങ്ങാടി ഒന്ന് കയറിയാൽ 4 ഭാഗത്തും പള്ളിയല്ലേ. പള്ളിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയപ്പെടാ ആകെ പള്ളിയാണ്, ബാങ്കോണ്ട് സ്വൈര്യല്ല എന്നാണ്. എടാ, അങ്ങനെ പറഞ്ഞ ഈ അങ്ങാടിയിൽ നിൽക്കുമ്പം ആ സംസാരം ഒന്ന് മുറിച്ച് ആകെ വേണ്ട 5 മിനിറ്റാണ്. അല്ല വിളിക്കാണ് ഹയ്യ അല സ്വലാ, അല്ല വിളിക്കാണ് ഹയ്യ അൽ ഫലാ. നമ്മളെ പേര് വെച്ചാണ്ട് ആ ബാങ്ക് ഒന്ന് ആലോചിക്കും. മഹ്മൂദേ, അബ്ദുറഹ്മാനെ, ഫാത്തിമ, ആയിഷ, വാടാ, ഹയ്യ അല സ്വലാ, നിസ്കരിക്കാൻ വാ. ഹയ്യ അലൽ ഫലാ, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക്, വിജയത്തിലേക്ക് വാ എന്ന് പറയുമ്പം 1 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒന്ന് വരാൻ. എടാ, നീ റെഡിയാകണ്ടേ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂമിനോട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് പരലോകത്ത് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല. സത്യമാണ്, നമ്മളൊരു കുടുംബമായതുകൊണ്ട് പറയാൻ നമുക്ക് മറുപടി ഉണ്ടാവില്ല. യുവാക്കളെ, നല്ലവരായ മക്കളെ, അധ്വാനിക്കുന്നവരെ, നാട്ടിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന സാധാരണ കൂലിപ്പണിക്കാരെ, നമുക്ക് ഒഴിവുള്ള സമയത്ത് മൊത്തം, ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെയെങ്കിലും വരാനാണ്. നമ്മൾ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഓട്ടോറിക്ഷ അപ്പോൾ ഓടുന്നില്ലെങ്കിൽ, നമ്മുടെ കടയിൽ അപ്പോൾ ആളില്ലെങ്കിൽ, അല്ലെങ്കിൽ 2-3 ആളുകളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാറിയിട്ടെങ്കിലും
പരമാവധി ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മുഅ്മിനുകളുടെ സ്വഭാവം 6 ആറാമത്തതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതിൽ നിസ്കാരം ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞു. 2, പരമാവധി ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. 3-മത്തത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ, അഥവാ നമുക്ക് ജമാഅത്ത് നഷ്ടമായി, ഇപ്പോൾ വീട്ടിലെ ഉമ്മാർ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അങ്ങനെ വന്നാൽ നമ്മളെ മനസ്സിൽ എപ്പോഴാണോ ഏറ്റവും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് ആ ഇബാദത്ത് ചെയ്യണം. ഞാനിത് ഉമ്മമാരോടൊക്കെ പറയാൻ കാരണം, ഉമ്മാരെ, നമുക്ക് ആകെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളോടൊന്ന് വെറുതെ ആലോചിക്കും. നമുക്കൊരു ഹിജറ പോകേണ്ടി വന്നിട്ടില്ല. ഒരു ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഒരു യുദ്ധം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. നമ്മളാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് പട്ടിണി കൊണ്ട് ദീനിയായതിൻ്റെ പേരിൽ ബഹിഷ്കരണം ഏറ്റുവാങ്ങി പച്ചില ഒന്ന് തിന്നാൻ കിട്ടാനിട്ടേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല മരത്തുമെന്ന് പറിച്ചെടുത്താണ്ട് ഇങ്ങനെ സഹാബാക്കൾക്ക് തിന്നാൻ കൊടുത്തിരുന്നു. സഹാബാക്കളുടെ വാചകം കേട്ടാൽ നമുക്ക് സങ്കടം വരും. എന്താ അവർ പറഞ്ഞറിയോ? മരത്തിൻ്റെ ഇലയും മരത്തിൻ്റെ തോലും കഴിച്ചിട്ട് ആട് കാഷ്ടിക്കുന്ന പോലെയായിരുന്നു ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത്. ആട് തിന്നണ പോലെയായിരുന്നു ഞങ്ങൾ തിന്നിരുന്നത്, ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട്. പറഞ്ഞത് ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമുക്കാകെയുള്ള കുറച്ച് ഇബാദത്താണ്. ഇപ്പം തന്നെ നമ്മുടെ വയസ്സും നമ്മുടെ ആരോഗ്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഏതായാലും ഇപ്പം ഈ ഉള്ള വയസ്സിൻ്റെ അത്രയും ജീവിതം ഉണ്ടാവില്ല എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ ഉറപ്പാണ്, ഭൂരിപക്ഷം ഉറപ്പാണ്. ഇപ്പോഴത്തെ നമ്മുടെ ശരീരവും ഇപ്പോഴത്തെ രോഗവും ഇപ്പോഴത്തെ വയസ്സും ഒക്കെ വെച്ചിട്ട് ഉറപ്പാണ് ഏതായാലും ഇത്ര ഉണ്ടാവില്ല. കുറച്ച് കാലം നമുക്ക് ഈ ദുനിയാവിലുള്ളൂ. അത്രയും കാലം പരമാവധി നമുക്ക് അള്ളാഹിനോട് അടുക്കാനുള്ളതാണ് നമ്മുടെ ആരാധനകളും പള്ളിയും നിസ്കാരമൊക്കെ. അത് മുടക്കം വരാതെ നമ്മൾ ചെയ്താൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. എപ്പോഴാണോ ജമാഅത്ത് നമുക്ക് അഥവാ മിസ്സായാൽ ഉടനെ നിസ്കരിക്കുന്നൊരു പ്രവണത നമുക്കും കുടുംബത്തിലുണ്ടാകണം. ഉമ്മാരെ, വീട്ടിലത്തെ എല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അസറിൻ്റെ തൊട്ട് മുന്നേ ളുഹർ നിസ്കരിക്കുക, മഗ്‌രിബിൻ്റെ തൊട്ട് മുന്നേ അസർ നിസ്കരിക്കുക. സോ അങ്ങനെ ഒരു പ്രവണത ഉണ്ടാകരുത് മക്കളെ. സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് 6:15 എഴുന്നേറ്റ് നിസ്കരിക്കുക, അല്ലെങ്കിൽ 6:45 എഴുന്നേറ്റ് നിസ്കരിക്കുക. അതൊരു പ്രശ്നമല്ല എന്ന് വരരുത്. നമുക്കൊക്കെ നമ്മൾ അങ്ങാടിയിൽ നിന്ന് ബാങ്ക് ഒരു ഭാഗത്ത് അങ്ങനെ കൊടുക്കുക, അത് സാരമില്ല, അത് കുറച്ച് 27 കൂലിട്ടണ ഓല് പോയാൽ മതി. അങ്ങനെ ഉണ്ടാകരുത് സോങ്ങളെ, അങ്ങനെ ഉണ്ടാകരുത്. അതേ നമ്മളെ ഈ പള്ളിയിൽ നിന്ന് എടുത്താണ്ട് തൊട്ടടുത്തേക്ക് തന്നെ കൊണ്ടുപോകുമ്പം ഈ നാട്ടിലത്തെ ആൾക്കാരൊക്കെ പറയും, പള്ളിൻ്റെ തൊട്ടടുത്തതിന് മൂപ്പരെ വീട്, പള്ളിൻ്റെ തൊട്ട് താഴേന് മൂപ്പരെ വീട്. എന്നിട്ട് ആ പള്ളിക്കെന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങാടിയിൽ അങ്ങനെ ഇരിക്കും, എവിടേക്കും അയാൾ പോകൂല. എപ്പോഴെങ്കിലും പോയിട്ട് അവസാനം കൂത്തകം പറഞ്ഞ് നിസ്കരിക്കണ കാണാം. സോ അങ്ങനെ പറയുന്ന ഒരാളായിട്ട് നമ്മൾ മാറരുത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അങ്ങനെ ഉണ്ടാകരുതെന്ന് ഞാനൊരു വെറും വർത്താനല്ല പറഞ്ഞ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ യജ്ലിസു ആകരുതെന്ന് പറഞ്ഞ റസൂൽ പറയാൻ ഇരിക്കുക. യർഖുബു അശംസ്, എന്നിട്ട് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കണത് വരെ കാത്തിക്കുക. എന്ന് പറഞ്ഞാൽ പത്രം വായിച്ചിട്ടോ TV കണ്ടിട്ടോ വർത്താനം പറഞ്ഞിട്ടോ ആയിട്ടില്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാൻ ആയിട്ടില്ലല്ലോ, 1 മണിക്കൂറുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുക. ഹത്താ ഇദാ കാനത്ത് ബൈനൽ ഖർനൈനി അശ്ശൈത്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇങ്ങനെ വർത്താനം, വേറൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ അപ്പം പോയി ഒന്നുമില്ല, അങ്ങനെ വർത്താനം പറഞ്ഞ് സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കുക. ആ സമയത്ത് ഖാമ, അവൻ എഴുന്നേക്കും. എന്നിട്ടോ ഫനഖറഹ അർബഅൻ, എന്നിട്ട് 4 റക്അത്ത് പെട്ടെന്ന് അവൻ കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ, ലാ യദ്കുറുല്ലാഹ ഫീഹാ ഇല്ലാ ഖലീല, അവനാകെ നിസ്കാരത്തിൽ കുറച്ച് നേരെ പടച്ചോനെ ഓർക്കാൻ സമയം കിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് അവസാനിപ്പിക്കണേ, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. എടാ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത മുനാഫിക്കിൻ്റെ നിസ്കാരാട്ടോ. പറ്റുന്ന പരമാവധി സഹോദരങ്ങളെ ജമാഅത്തായി നിസ്കരിക്കുക. ജമാഅത്ത് നഷ്ടായാൽ സഹോദരിമാരെ, വീട്ടിൽ നിന്ന് ബാങ്ക് കൊടുത്ത ഒരു 10-15 മിനിറ്റിനുള്ളിൽ വീട്ടിൽ നിന്ന് നിങ്ങൾ നിസ്കരിക്കേണ്ട സ്വഭാവം ഉണ്ടായാൽ മക്കൾക്കും കുടുംബത്തിനൊക്കെ ബോധ്യപ്പെടും. നിസ്കാരം എന്ന് പറഞ്ഞാൽ അവസാനത്തേക്ക് നീട്ടിയേക്കേണ്ട ഒരു കാര്യമല്ല, അത്
ഏറ്റവും ആദ്യം നിർവഹിക്കേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം എന്ന് വന്നാൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 6 സ്വഭാവം പറഞ്ഞ് 6ഉം പരമാവധി ജീവിതത്തിൽ പുലർത്താനും അതുവഴി നബിയുടെ സ്വഭാവം പോലെയാകാനും അതുവഴി അള്ളാഹു ഒരുക്കിയ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ എത്തിപ്പെടാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, സൂറത്ത് മുഅ്മിനൂനിൽ നിനക്കിഷ്ടപ്പെട്ട ആളുകളുടെ സ്വഭാവങ്ങൾ പറഞ്ഞ മുഴുവൻ സ്വഭാവങ്ങളും ജീവിതത്തിൽ പുലർത്തുവാനും അതുവഴി അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നമസ്കാരം നിലനിർത്തുവാനും പരമാവധി ജമാഅത്തായി നമസ്കരിക്കുവാനും അഥവാ വല്ല നഷ്ടങ്ങളും പറ്റിയാൽ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനും അതുവഴി അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുവാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചവർ നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, വിദേശ നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സന്തോഷവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر من المؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك.